വാർത്തകൾ brought to you by Coconut Development Board. നീര വന്നതോടെ കേരകർഷകനായ മാധവൻകുട്ടി ലക്ഷാധിപനായി. കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശിയായ മാധവൻകുട്ടിയുടെ 50 തെങ്ങുകളാണ് നീര ചെത്താനായി നൽകിയത്. ഇതിൽ നിന്നുള്ള പ്രതിമാസ വരുമാനം 1 ലക്ഷം രൂപയിലധികമാണ്. മാധവൻകുട്ടിക്ക് സ്വന്തമായി 20 ഏക്കർ സ്ഥലമുണ്ട്. എയർഫോഴ്സിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം 1982 മുതൽ കൃഷിയിലേക്ക് തിരിഞ്ഞു. തെങ്ങ് കൃഷിയാണ് പ്രധാനം. മാധവൻകുട്ടിയുടെ അയൽക്കാരെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങുകൾ വെട്ടിമാറ്റി റബ്ബർ നട്ടപ്പോൾ മാധവൻകുട്ടി തെങ്ങുകളെ സ്നേഹിച്ചു, പരിപാലിച്ചു. തേങ്ങയുടെ വില കുറഞ്ഞപ്പോഴും മാധവൻകുട്ടിയുടെ മനസ്സ് മാറിയില്ല. തെങ്ങ് ചതിക്കില്ലെന്ന വിശ്വാസത്തിൽ തന്നെ മാധവൻകുട്ടി ഉറച്ചുനിന്നു. തെങ്ങ് ചതിച്ചില്ല. ഭാഗ്യം നീരയുടെ രൂപത്തിലാണ് മാധവൻകുട്ടിയെ തേടിയെത്തിയത്. 50 തെങ്ങുകൾ ആദ്യഘട്ടത്തിൽ ചെത്താൻ കൊടുത്തു. സെപ്റ്റംബർ മാസത്തിൽ ഇതിൽപ്പെട്ട 17 തെങ്ങുകളാണ് ചെത്തിയത്. മാധവൻകുട്ടിക്ക് ലഭിച്ച വരുമാനം 87,500 രൂപ. ഒക്ടോബർ മാസത്തിൽ 40 തെങ്ങുകൾ ചെത്തിയപ്പോൾ ലഭിച്ചത് 1,05,000 രൂപ. നവംബറിലെ വരുമാനം 1,10,10,000 രൂപ. കർഷകർക്ക് യാതൊരു അധ്വാനവുമില്ലാതെയാണ് ഇത്രയും തുക ലഭിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഒരു നല്ല ആദായമായിട്ട് ഞാനിത് കണക്കാക്കുന്നു. ആദ്യമൊക്കെ പലരും പറഞ്ഞു തെങ്ങ് ചെത്താൻ കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോകും, അത് പ്രയോജനം ചെയ്യത്തില്ല. ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് എല്ലാവരും തെങ്ങ് വെട്ടിയിട്ട് റബ്ബർ വെക്കുമായിരുന്നു. അപ്പോഴെല്ലാം പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, നിങ്ങളും റബ്ബർ വെക്കണം, റബ്ബറിന് നല്ല ആദ്യം. അന്ന് റബ്ബറിനൊക്കെ 240 രൂപ കിട്ടുമായിരുന്നു 1 കിലോയ്ക്ക്. എന്നിട്ട് ഞാൻ അതിന് മുതിർന്നില്ല. തെങ്ങ് തന്നെ വെച്ചിട്ട് ഞാൻ എന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആദായം കിട്ടിയത്. കൈപ്പുഴ സഹകരണ സംഘത്തിലെ കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണ് നീര ചെത്തുന്നത്. സൊസൈറ്റിയിലെ ചെത്തുകാർ വന്നാണ് തെങ്ങിൽ നിന്ന് നീര ചെത്തിയെടുക്കുന്നത്. ലഭിക്കുന്ന നീരയുടെ അളവിനനുസരിച്ചാണ് ഉടമസ്ഥന് പണം നൽകുക. എത്ര ലിറ്റർ ലഭിച്ചുവെന്ന് ദിവസവും ബുക്കിൽ രേഖപ്പെടുത്തും. മാസാവസാനം പണം നൽകും. കേരകർഷകരുടെ ദുരിതം മാറ്റാനുള്ള മാർഗമാണ് നീരയെന്ന് മാധവൻകുട്ടി പറയുന്നു. നമ്മൾ 1000 തേങ്ങ ഉണ്ടെങ്കിൽ ഒരു 400 തേങ്ങ മണ്ടരിയായിട്ട് മാറും. അപ്പൊ അതിൽ നിന്നും നമുക്ക് നല്ല തേങ്ങ കിട്ടില്ല. ഇപ്പൊ നീര ഉൽപാദനത്തിലൂടെ മണ്ടരി ശല്യം ഒഴിവായി എന്ന് എനിക്ക് പൂർണ്ണമായി പറയാൻ പറ്റും. എല്ലാ കർഷകരും നീര ഉൽപാദനത്തിലേക്ക് മാറണമെന്നാണ് എന്റെ അഭിപ്രായം. നല്ലൊരു ആദായ മാർഗമാണ്. സൊസൈറ്റി ഉണ്ട്, സൊസൈറ്റിക്കാർ വന്ന് ചെത്തുകാരെ ഏർപ്പാടാക്കി അവര് വന്ന് നമ്മളൊന്നും അറിയണ്ട, അവര് വന്ന് ചെത്തി കൊണ്ടുപോയി അന്നുള്ള അളവ് നമുക്ക് ഒരു പാസ്ബുക്കിനകത്ത് പതിച്ചു തരും. ഇവിടെ വന്ന് ചെത്തിയിട്ട് കൃത്യമായി 1-ാം തീയതി തന്നെ നമുക്ക് അതിന്റെ പണം തരികയും ചെയ്യും. അപ്പൊ അതിൽ നിന്നും ഒരു നല്ല ഉൽപാദന മാർഗമായിട്ടാണ്, നല്ലൊരു വരുമാന മാർഗമായിട്ട് ഞാൻ കരുതുന്നു. തെങ്ങിൽക്കാർ ടെക്നീഷ്യന്മാരെ ശേഖരിക്കുന്ന നീര അപ്പോൾ തന്നെ തണുത്ത അന്തരീക്ഷത്തിലേക്ക്, തെർമോകോൾ ബോക്സിലേക്കോ ഐസ് നിറച്ച ബോക്സിലേക്കോ മാറ്റുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 1 മണിക്കൂറിനകം തന്നെ ഇത് വാഹനത്തിൽ ഐസ് നിറച്ച ബോക്സിൽ ക്യാനുകൾ കയറ്റി പ്ലാന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. രാവിലെയും വൈകിട്ടുമാണ് നീര എടുക്കുന്നത്. സ്വന്തമായുള്ള 200 തെങ്ങ് കൂടാതെ 300 തെങ്ങുകൾ കൂടി മാധവൻകുട്ടി പുതിയതായി വെച്ചു കഴിഞ്ഞു. വരുന്ന ആളുകൾ നീരയുടെയും കേരകർഷകരുടെയുമാണെന്ന് മാധവൻകുട്ടി പറയുന്നു. ഇപ്പോഴും ഞാൻ 200 മൂട് തെങ്ങ് ഇപ്പൊ പുതിയതായിട്ട് വെച്ചു. എനിക്ക് ഏകദേശം 20 ഏക്കർ സ്ഥലം ഒരു ഫാമായിട്ട് അവിടെ ഉള്ളത്. ഇനി അടുത്ത 200 മൂട് തെങ്ങ് ഇപ്പൊ 6 മാസമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 100 മൂട് കാരണം സ്ഥലമുണ്ട്. അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും നാളികേരം അതിന്റെ നീര ഉൽപാദനത്തിലേക്ക് 100% ഞാൻ കടന്നിരിക്കുകയാണ്. ക്യാമറാമാൻ ഷർവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. വിഷരഹിത പച്ചക്കറി കൃഷിയിലേക്ക് വനിതകളെ